2024-25 സീസൺ ദുലീപ് ട്രോഫിക്കുള്ള ടീമുകളെ BCCI പ്രഖ്യാപിച്ചിരുന്നു. പല പ്രമുഖ താരങ്ങളെയും ഒഴിവാക്കിയാണ് BCCI 4 ടീമുകളെ പ്രഖ്യാപിച്ചതെന്നാണ് ശ്രദ്ധേയം. ദുലീപ് ട്രോഫിക്കുള്ള 4 ടീമുകളിൽ നിന്ന് ഒഴിവാക്കപ്പെട്ട കളിക്കാരെ മാത്രം ഉൾപ്പെടുത്തി ഒരു സൂപ്പർ 11 തയ്യാറാക്കാമെന്നതും മറ്റൊരു വാസ്തവം. ആകെ 61 കളിക്കാരെയാണ് BCCI തെരഞ്ഞെടുത്തത്. ടോപ്പ് ഓർഡറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ തമിഴ്നാടിന്റെ ടോപ്പ് ഓർഡർ ബാറ്ററാണ് പ്രദോഷ് രഞ്ജൻ. 23-കാരനായ പ്രദോഷിനെ ദുലീപ് ട്രോഫിക്കുള്ള ടീമിൽ നിന്ന് ഒഴിവാക്കിയത് തമിഴ്നാട് ആരാധകരെ നിരാശയിലാക്കി. ഇന്ത്യ A ടീം അംഗമാണ് പ്രദോഷ് എന്നതും കഴിഞ്ഞ ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിൽ സെഞ്ചുറി നേടുകയും ചെയ്തിരുന്നു. 57.36 ആയിരുന്നു പ്രദോഷിന്റെ ശരാശരി. ടോപ്പ് ഓർഡറിൽ ഒഴിവാക്കപ്പെട്ട മറ്റൊരു താരം അഭിഷേക് ശർമ്മയാണ്. ചണ്ഡീഗഡിനെതിരായ ഫസിലാസ് അരങ്ങേറ്റ ഇന്നിംഗ്സിൽ 98 റൺസ് നേടിയ അഭിഷേക് ശർമ്മ അദ്ദേഹത്തിന്റെ സ്പിൻ മികവ് ഉപയോഗപ്പെടുത്തുന്നതാണ്. മധ്യനിരയിൽ ഒഴിവാക്കിയ 3 താരങ്ങൾ ഹനുമ വിഹാരി, സഞ്ജു സാംസൺ, റിങ്കു സിംഗ് എന്നിവരാണ്. ഫസിലാസിൽ 38.54 ശരാശരിയിൽ ബാറ്റ് ചെയ്യുന്ന താരമാണ് സഞ്ജു. 10 സെഞ്ചുറിയും ഫസിലാസിൽ സഞ്ജുവിനുണ്ട്. റിങ്കു സിംഗിനാകട്ടെ 54.70 ശരാശരിയുമുണ്ട്. ലോവർ ഓർഡറിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഒഴിവാക്കപ്പെട്ട താരം ജയന്ത് യാദവാണ്. 2016-ൽ ഇംഗ്ലണ്ടിനെതിരായ ടെസ്റ്റിൽ വിരാട് കോഹ്ലിക്കൊപ്പം സെഞ്ചുറി നേടി എന്നത് ഏവരുടെയും ശ്രദ്ധ പിടിച്ചു പറ്റിയിരുന്നു. 14.17 ആയിരുന്നു അദ്ദേഹത്തിന്റെ ബോളിംഗ് ശരാശരി. കുമാർ കാർത്തികയെ ഒഴിവാക്കിയതിലും പ്രത്യേകിച്ച് കാരണങ്ങളില്ല. കഴിഞ്ഞ രഞ്ജി ട്രോഫിയിൽ ഏറ്റവും കൂടുതൽ വിക്കറ്റ് നേട്ടത്തിൽ 2ാം സ്ഥാനത്തായിരുന്നു കാർത്തികേയ. 19.51 ആവറേജിൽ 41 വിക്കറ്റ് നേടി. ബോളിംഗ് നിരയിലേക്ക് വന്നിട്ടുണ്ടെങ്കിൽ ഉമേഷ് യാദവ്, ഇഷാന്ത് ശർമ്മ, നവദീപ് സൈനി എന്നിവരും ദുലീപ് ട്രോഫി ടീമിൽ ഉൾപ്പെട്ടില്ല. 2ാം റൗണ്ട് മുതൽ ടീമിൽ മാറ്റങ്ങൾ വരുമെന്നാണ് ഇപ്പോൾ ലഭിക്കുന്ന സൂചനകൾ. ഇതുപോലുള്ള പുതിയ വാർത്തകൾക്കായി ചാനൽ ഇപ്പോൾ തന്നെ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് വയ്ക്കുക.